ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല കറുമുറയൊക്കെ അടിച്ച് തരാൻ പറ്റിയൊരു മിക്സറിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ മിക്സർ നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ വാങ്ങാം, പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടേതായ ടേസ്റ്റിൽ നമുക്കിപ്പോൾ കപ്പലിലേക്ക് വേണമെങ്കിൽ കൂടുതലിടാം. അതുപോലെ തന്നെ പൊട്ടുകടലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, കായപ്പൊടിയൊക്കെ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടേതായ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് 1 കിലോ മിക്സറൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങാം. മിക്സർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കാരബൂന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒട്ടും തരിയില്ലാത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 2 നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ബൂന്തിയുടെ മാവ് കൂടുതൽ ലൂസായി പോവുകയും ചെയ്ത് കൂടുതൽ കട്ടിയായി പോവുകയും ചെയ്ത് അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ മാവ് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. കൂടുതൽ ലൂസും അല്ല, കൂടുതൽ തിക്കും അല്ല, ഇങ്ങനെ ഒരു പാകത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ദോരങ്ങളുള്ള ഒരു തവിയിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിക്കുന്ന സമയത്ത് സ്പൂൺ കുറച്ച് പൊക്കി പിടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാവ് ഒഴിച്ചതിന് ശേഷം സ്പൂൺ എണ്ണയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു സ്പൂൺ കൊണ്ട് മാവൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ബൂന്തി ഇതുപോലെ വീണ് കിട്ടും. ബൂന്തി എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റൗവിൽ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ബൂന്തി കരിഞ്ഞു പോകും. നമ്മൾ ഇതിനു മുമ്പ് ഒരു കാരാബൂന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് സംശയമുള്ളവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ട് നോക്കുക. ബൂന്തി എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഉടനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ബൂന്തി മൂത്ത് ക്രിസ്പിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുടെ ബബിളൊക്കെ കുറഞ്ഞു വരുന്നത് കാണാം. ഇതാണ് കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബൂന്തി ഉണ്ടാക്കി എടുക്കണം. കാരബൂന്തി എല്ലാം കാണുന്ന പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സറിനുള്ള സേവ് റെഡിയാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ഒട്ടും തരിയില്ലാത്ത പൊടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടുള്ള എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നമ്മൾ നേരത്തെ ബൂന്തി വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് കാണുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റ് ആകാതെ കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ കായപ്പൊടി നേരത്തെ ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പൊടി ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ഉണ്ടാക്കാൻ തുടങ്ങാം. സേവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. അത് നമുക്ക് സേവ് നാഴിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സേവ് നാഴിയുടെ അകത്തേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇനി കുഴച്ചെടുത്ത മാവ് നമുക്ക് സേവ് നാഴിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. മാവ് നിറച്ചെടുത്തതിന് ശേഷം സേവ് നാഴി മൂടി കൊടുക്കണം. സേവ് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി സേവ് നാഴിയിൽ നിന്ന് മാവ് കറക്കി വട്ടത്തിൽ എണ്ണയിലേക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കണം. കൂടുതൽ കുത്തി നിറച്ചിട്ട് കൊടുക്കരുത്, ഒരു റൗണ്ട് ഇതുപോലെ ചുറ്റിയിട്ട് കൊടുത്താൽ മതി. സേവ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സേവ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ സേവ് ഇട്ടതിന് ശേഷം ഉടനെ തിരിച്ചിടരുത്. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി.
ഇപ്പോൾ സേവിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ ബബിളൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സേവിൻ്റെ രണ്ട് സൈഡ് മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ സേവ് ഉണ്ടാക്കി എടുക്കണം. സേവ് എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് 1/2 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കണം. പൊട്ടുകടല എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കടല നല്ല ക്രിസ്പിയും ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇപ്പോൾ പൊട്ടുകടല മൂത്ത് നല്ല ക്രിസ്പിയും ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടിയും കൂടി ഇട്ട് വറുത്തെടുക്കണം. കപ്പലണ്ടിയുടെ അളവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കപ്പലണ്ടി എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല ക്രിസ്പിയും ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇപ്പോൾ കപ്പലണ്ടി മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് നമുക്ക് 4 കപ്പ് കാഷ്യൂനട്ട് കൂടിയിട്ട് വറുത്തെടുക്കണം. കാഷ്യൂനട്ട് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ കാഷ്യൂനട്ട് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് 1/2 കപ്പ് അവലും കൂടി ഇട്ട് കൊടുക്കാം. അവൽ ചേർത്ത് അവൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അവൽ നമുക്ക് വളരെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. കൂടുതൽ സമയം വറുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവൽ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മിക്സറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ച് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെളുത്തുള്ളി ചേർത്ത് വെളുത്തുള്ളി നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വെളുത്തുള്ളി വറുത്ത് ചേർക്കുമ്പോഴത്തേക്കും മിക്സറിന് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ വെളുത്തുള്ളി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില കളറെല്ലാം മാറുന്നതിന് മുമ്പ് എന്നിട്ട് കോരി എടുക്കണം. ഇപ്പോൾ മിക്സറിന് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സർ എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സേവ് ഇതുപോലൊരു വലിയ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. സേവ് നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാരാബൂന്തി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും അവലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്തൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പൊട്ടുകടലയും കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടിയും മുളക് പൊടിയും നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് മധുരത്ര താല്പര്യമില്ലാത്ത കാരണം ഞാനിത് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല യമ്മിയും ടേസ്റ്റിയുമായ മിക്സർ റെഡി ആയിട്ടുണ്ട്. നല്ല കറിമുറി കടിച്ച് തിന്നാൻ പറ്റിയൊരു മിക്സറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.